GCC വാർത്തകൾ brought to you by ന്യൂ ബോംബെ വർക്ക്ഷോപ്പ്, ഇൻഡസ്ട്രിയൽ ഏരിയ, മുസഫ 13, അബുദാബി. നമസ്കാരം. GCC വാർത്തകൾ. നായയും പൂച്ചയും അടക്കമുള്ള വളർത്തുമൃഗങ്ങളുടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ അനുവദിച്ചിരുന്ന സമയപരിധി ഉപയോഗപ്പെടുത്തി പിഴ അടക്കമുള്ള നിയമ നടപടികളിൽ നിന്ന് ഒഴിവാക്കാൻ ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ് അബുദാബി നഗര ഗതാഗത വകുപ്പ്. താം പോർട്ടലിലൂടെയാണ് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കേണ്ടത്. ഈ വർഷം പിഴയൊന്നും ഈടാക്കില്ല എന്നും അതേസമയം അടുത്ത വർഷം ആദ്യം മുതൽ തന്നെ നിർദ്ദേശം നടപ്പാക്കാത്ത വളർത്തുമൃഗങ്ങളുടെ ഉടമകൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും വകുപ്പിന് കീഴിലെ അനിമൽ വെൽഫെയർ സപ്പോർട്ട് അനലിസ്റ്റ് ഡോക്ടർ മറിയം അൽ ഷംസി മുന്നറിയിപ്പ് നൽകി. നിയമത്തിലൂടെ വളർത്തുമൃഗങ്ങളുടെ ക്ഷേമമാണ് സംരക്ഷിക്കപ്പെടുന്നത് എന്ന തിരിച്ചറിവ് ഉടമകൾക്കുണ്ടാകണം എന്നും അവർ ഓർമ്മിപ്പിച്ചു. US-ഉക്രൈൻ ചർച്ചകളുടെ ആദ്യ റൗണ്ട് ജിദ്ദയിൽ അവസാനിച്ചു. കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാന്റെ നിർദ്ദേശപ്രകാരം സൗദി വിദേശകാര്യമന്ത്രി അമീർ ഫൈസൽ ബിൻ ഫർഹാന്റെയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മന്ത്രി ഡോക്ടർ മൂസ ഈദ് അൽ ഐവാന്റെയും സാന്നിധ്യത്തിലാണ് US-യുക്രൈൻ ചർച്ച ആരംഭിച്ചത്. യുക്രൈനിലെ പ്രതിസന്ധി പരിഹരിക്കാനുള്ള സൗദിയുടെ ശ്രമങ്ങളുടെ ഭാഗമായാണ് ചർച്ചകൾ നടന്നത്. വിവിധ കക്ഷികളുമായുള്ള സന്തുലിത ബന്ധത്തിന്റെയും ആഗോള സുരക്ഷയും സമാധാനവും വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെയും ഭാഗമായി അന്താരാഷ്ട്ര നിയമങ്ങളും മാനദണ്ഡങ്ങളും പാലിക്കേണ്ടതിന്റെ പ്രാധാന്യവും വിശ്വാസവും അടിസ്ഥാനമാക്കിയായിരുന്നു ചർച്ച. അന്താരാഷ്ട്ര സുരക്ഷയും സ്ഥിരതയും ഉറപ്പാക്കുന്നതിനും തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും വിജയകരമായ മാർഗമാണ് ചർച്ചകൾ എന്ന നിലപാടാണ് ഉള്ളത്. New Bombay Workshop, A to Z automobile repair under one roof. One of the authorized service partners of Bosch Cars. High quality maintenance, repairs and timely service for light and heavy vehicles. We provide 24 hours recovery service. New Bombay Workshop, Industrial Area, Musafa 13, Abu Dhabi. Call or WhatsApp 050-444-2423. പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ റഹ്മാൻ അൽ ഥാനി അധ്യക്ഷനായി ദേശീയ ആസൂത്രണ കൗൺസിൽ രൂപീകരിക്കാൻ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ ഥാനിയുടെ ഉത്തരവ്. 2024 14 നമ്പർ ഉത്തരവിലെ വ്യവസ്ഥകൾ ഭേദഗതി ചെയ്തുകൊണ്ടാണ് ദേശീയ ആസൂത്രണ കൗൺസിൽ രൂപീകരിക്കാൻ നിർദ്ദേശം നൽകിയത്. ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ സഹമന്ത്രിയുമായ ഷെയ്ഖ് സൗദ് ബിൻ അബ്ദുൽ റഹ്മാൻ ബിൻ ഹസൻ അൽ ഥാനി ഉപാധ്യക്ഷനാകും. വിവിധ വകുപ്പുകളിലെ മന്ത്രിമാരും സഹമന്ത്രിമാരും അടക്കം 10 പേർ ദേശീയ ആസൂത്രണ കൗൺസിൽ അംഗങ്ങളാകും. ഇതോടെ GCC വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. GCC വാർത്തകൾ brought to you by ന്യൂ ബോംബെ വർക്ക്ഷോപ്പ്, ഇൻഡസ്ട്രിയൽ ഏരിയ, മുസഫ 13, അബുദാബി.